അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ മൊഡ്യൂൾ പ്രധാനമായിട്ടും പറയുന്നത് സസ്പെൻഷൻ സിസ്റ്റവും സ്റ്റിയറിംഗ് സിസ്റ്റവുമാണ്. സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ്, സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെയാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ലീവ് സ്പ്രിംഗ് ആണ്. റിജിഡ് ആക്സിൽ സസ്പെൻഷൻ സിസ്റ്റത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലീവ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ലീവ് സ്പ്രിംഗ് അസംബ്ലി കാണാം. ഈ ഒരു ലീവ് സ്പ്രിംഗ് അസംബ്ലിയിൽ നമുക്ക് പല ഭാഗങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ, ഈ ഒരു രണ്ട് പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഫ് ഐ. അപ്പോൾ ഈ ഒന്നാമത്തെ ലീഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ ലീഫ്. മാസ്റ്റർ ലീഫിനാണ് എന്തുള്ളത്? രണ്ട് ഐകളുള്ളത്. അതിന് തൊട്ട് താഴെ വരുന്ന ലീഫുകൾ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാജുവേറ്റഡ് ലീവ്സ്. ഈ ലീവ്സ് എല്ലാം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് നമുക്ക് ആക്സിൽ കാണാം. ആക്സിലും നമ്മളുടെ ലീഫും തമ്മിൽ എങ്ങനെ ചെയ്തിരിക്കുന്നു? ഒരു യു ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലീഫ് അസംബ്ലി എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് സൈഡ് മെമ്പറിലേക്കാണ്. അപ്പോൾ ഒരു ചേസിനെ സംബന്ധിച്ചിടത്തോളം സൈഡ് മെമ്പറും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ക്രോസ് മെമ്പറും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സൈഡ് മെമ്പറിലാണ് നമ്മൾ പ്രധാനമായിട്ട് ചേസസ് ഈ ഒരു ലീവ് സ്പ്രിങ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് എന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗം ഫിക്സഡ് കണക്ഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഷാക്കിളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഗം ഷാക്കിളിലായതുകൊണ്ട് എന്തെങ്കിലും തരത്തിലൊരു വീല് വഴി ഒരു ഷോക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഷാക്കിൾ അത് മൂവ് ചെയ്തിട്ട് ലീഫിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെങ്ത് വൈസിൽ മൂവ് ചെയ്യാൻ സഹായിച്ച് എന്ത് സംഭവിക്കും? ആ ഒരു ചേസിസിലേക്ക് ഷോക്ക് വരാത്ത രീതിയിൽ ചെയ്യാനുള്ള ഒരു സഹായങ്ങൾ ഈ ലീവ് സ്പ്രിംഗ് അസംബ്ലി ചെയ്തു കൊടുക്കും. അപ്പോൾ ലീവ് സ്പ്രിംഗ് അസംബ്ലി എന്ന് പറയുന്നത് സാധാരണ കൊമേഴ്ഷ്യൽ വെഹിക്കിളിലൊക്കെ കാണുന്നതാണ്. മുൻപ് കാലഘട്ടങ്ങളിൽ മുൻപ് മുതലേ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ലീവ് സ്പ്രിംഗ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റ്സുകളൊക്കെ നോക്കാം. ദ സ്പ്രിംഗ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ലീവ്സ് കാൾഡ് ബ്ലേഡ്സ്. ഈ ലീഫുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലേഡ്. അതുപോലെ തന്നെ ബ്ലേഡ് വാരിയിങ് ലെങ്ത്ത്. ബ്ലേഡ് എന്താണ്? അതിങ്ങനെ ലെങ്ത്തിൽ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ദ ലെങ്തീസ്റ്റ് ബ്ലേഡ് ആസ് ഐ ഓൺ ഇറ്റ്സ് എൻഡ്സ്. ലെങ്തീസ്റ്റ് ബ്ലേഡിന് എന്തുണ്ട്? രണ്ട് ഭാഗത്തും ഐകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലേഡ് ഈസ് കാൾഡ് മാസ്റ്റർ ലീഫ്. അതായത് ഈ ഫസ്റ്റ് ലീഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ ലീഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ലീഫ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിൻ്റ് എന്താണ്? ഓൾ ബ്ലേഡ്സ് ആർ ബൗണ്ടഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് സ്റ്റീൽ സ്ട്രാപ്പ്. സ്റ്റീൽ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ബ്ലേഡ്സും എന്ത് ചെയ്തിട്ടുണ്ട്? അത് ബൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ് എന്താണ്? ഹെൽപ്പർ സ്പ്രിങ്. അപ്പോൾ ഹെൽപ്പർ സ്പ്രിങ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ കണ്ട സെമി എലിപ്റ്റിക്കൽ ലീവ് സ്പ്രിങ്ങിൻ്റെ കൂടെ തന്നെ മറ്റൊരു മെക്കാനിസം കൂടെ വരുന്നതാണ് ഹെൽപ്പർ സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഈ സെമി എലിപ്റ്റിക്കൽ ലീവ് സ്പ്രിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പർ സ്പ്രിങ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ചെറിയ ഒരു വെയിറ്റും കൊണ്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പറേറ്റ് ആവുന്നത് ആരായിരിക്കും? ഈ ഒരു സെമി എലിപ്റ്റിക്കൽ ലീവ് സ്പ്രിങ് ആയിരിക്കും. വലിയ ലോഡ് വരുന്ന സമയത്ത് ആര് പ്രവർത്തിക്കും? ഈ ഒരു ഹെൽപ്പർ സ്പ്രിങ് പ്രവർത്തിച്ച് ആ വലിയ ലോഡ് ചേസിസിലേക്ക് എത്താത്ത രീതിയിൽ എന്ത് ചെയ്യും? സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഹെൽപ്പർ സ്പ്രിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് നോക്കാം. ഹെൽപ്പർ സ്പ്രിങ്സ് ആർ പ്രൊവൈഡഡ് ഓൺ മെനി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ. മനസ്സിലാക്കുക, കൊമേഴ്ഷ്യൽ വെഹിക്കിളിലാണ് ഹെൽപ്പർ സ്പ്രിങ് സാധാരണ കാണുക. അത് റിയർ സസ്പെൻഷനിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അഡീഷൻ ടു ദ മെയിൻ ലീഫിന് പുറമെ വരുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹെൽപ്പർ സ്പ്രിങ് എന്നുള്ള രീതിയിൽ പറയുക. ദേ അലോ ഫോർ വൈഡ് റേഞ്ച് ഓഫ് ലോഡിങ്. വളരെ വലിയ റേഞ്ച് ഓഫ് ലോഡിങ് അതെടുക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഹെൽപ്പർ സ്പ്രിങ് എന്ന് പറയുന്നത്. ലൈറ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഹെൽപ്പർ സ്പ്രിങ്ങുകൾ ഡു നോട്ട് കം ഇൻ ടു ഓപ്പറേഷൻ. അത് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്തോ ഹെൽപ്പർ സ്പ്രിങ് ടേക്ക് ദെയർ ഷെയർ ഓഫ് ലോഡ്. ആ സമയത്താണ് ഹെൽപ്പർ സ്പ്രിങ് എന്ത് ചെയ്യുക? അതിൻ്റെ ഷെയർ എടുത്തിട്ട് അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് ഷോക്ക് അബ്സോർബറാണ്. അപ്പോൾ ഈ ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്? രണ്ട് തരത്തിലാണുള്ളത്. മോണോ ട്യൂബുണ്ട്, അതുപോലെ തന്നെ ട്വിൻ ട്യൂബ് ഷോക്ക് അബ്സോർബറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ഒരു ട്വിൻ ട്യൂബ് ഷോക്ക് അബ്സോർബറാണ്. ഇവിടെ എന്തൊക്കെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തൊക്കെയാണ്? ഇവിടെ ഒരു പുഷ് റോഡ് കാണാം, അതൊരു വാൽവുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ താഴെ വേറൊരു വാൽവ് ബി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. ഉള്ളിൽ നമുക്കൊരു സിലിണ്ടർ കാണാം. അതുപോലെ തന്നെ പുറത്ത് നമുക്കൊരു ട്യൂബ് കാണാം. ഇതിന് ടോട്ടലി ഒരു കേസ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ താഴെ ഒരു എന്താണ് ആക്സിലായും അതുപോലെ തന്നെ മുകളിലൊരു ചേസിസ് ആയും നമുക്ക് കാണാൻ സാധിക്കും. സോ ചേസിസും ആക്സിലും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഷോക്ക് അബ്സോർബർ. ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിലാണ് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഈ ഒരു ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഷോക്ക് അബ്സോർബർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഈ വാൽവിന് എന്തുണ്ട്, ഈ വാൽവിൽ ഹോളുകളുണ്ട്, അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഈ അന്യുലാർ ഏരിയ, അതായത് ട്യൂബിൻ്റെ സിലിണ്ടറിൻ്റെ ഇടയിലായിട്ടും വരുന്ന അന്യുലാർ ഏരിയയിലും എന്തുണ്ട്, ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഒരു 60% ഇതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഒരു 40% ഇതിൻ്റെ പുറത്ത് അന്യുലാർ സ്പേസിലുമാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നിറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വാഹനം ഒരു ഹമ്പ് കയറുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്, ഈ ഒരു ആക്സിലായിരിക്കും ഈ ഒരു ചേസസ് ആയിരിക്കും ഇടയിൽ ഉണ്ടാകുന്നത് ഒരു കംപ്രഷനാണ്, അല്ലേ, ഒരു കംപ്രഷനാണ്. അപ്പം അങ്ങനെ കംപ്രഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുക, ഇത് ഇവിടെ വരുന്ന ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യപ്പെടും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വാൽവ് എക്കും വാൽവ് ബിക്കും ഒരുപാട് ഹോൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹോളിലൂടെ അത് ഈ അന്യുലാർ ഏരിയയിലേക്ക് അതുപോലെ തന്നെ ഈ വാൽവ് എയുടെ മുകളിലേക്കും ആ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് മൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതുവഴി വളരെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള, ഇതിൻ്റെ പുറത്തായിരിക്കുമല്ലോ സ്പ്രിങ് വരിക, അപ്പോൾ വളരെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്കിവിടെ നിലവിൽ ലഭിക്കും. അതേ സമയത്ത് ഒരു കുഴിയിൽ ചാടുകയാണെന്നുണ്ടെങ്കിലോ ആ സമയത്ത് ഇവിടെ ഉണ്ടാകുന്നത് ഒരു എക്സ്പാൻഷൻ പോലുള്ളൊരു ആക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വാൽവ് എയുടെയും വാൽവ് ബിയുടെയും ഇടയിലായിട്ട് എന്ത് സംഭവിക്കും, അവിടെ ഒരു വാക്വമാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അലുനാർ ഏരിയയിൽ നിന്നും ഈ വാൽവ് എയുടെ മുകൾ ഭാഗത്തു നിന്നുള്ള ഫ്ലൂയിഡ്സ് ഇങ്ങോട്ട് വരികയും അതുവഴി എന്ത് സംഭവിക്കും, അവിടുത്തെ ആ ഒരു വാക്വത്തിനെ ഇല്ലാതാക്കുകയും അതുവഴി ആ ഒരു ഗ്രാജുവലായിട്ടുള്ള ഷോക്കിൻ്റെ അബ്സോർപ്ഷന് വേണ്ടി സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോയിൻ്റുകളൊക്കെ നോക്കാം. 2 ടൈപ്പ് ഷോക്ക് അബ്സോർബറുകളുള്ളത്. ഇതിൻ്റെ മോൾ ഭാഗത്ത് എന്തുണ്ട്, ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. എന്തിനാണ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗം എന്ന് മനസ്സിലാക്കുക. ഈ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഭാഗം നമ്മളിപ്പോൾ ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ റോഡിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എന്ത് വരും, ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വരും. അപ്പോൾ ഈ ഗ്ലാൻഡ് എന്ത് ചെയ്യും, ഇതിനെ സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഇൻക്ലൈൻഡ് പാസേജിലൂടെ അന്യുലാർ സ്പേസിലേക്ക് ആ ഫ്ലൂയിഡിനെ ആ ഓയിലിനെ എത്തിക്കും. യാതൊരു കാരണവശാലും പുറത്തേക്ക് ലീക്കായി പോകുന്ന ഒരു അവസരം എന്തുണ്ടാവില്ല, ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഗ്ലാൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്, ഇതിനകത്തുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 60% ട്രാൻസ്ഫോമർ ഓയിലും അതുപോലെ തന്നെ 40% ടർബൈൻ ഓയിലുമായിരിക്കും. രണ്ടിൻ്റെയും കൂടി മിക്സഡ് ആയിരിക്കും ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് നമ്മളുടെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം. ഫ്രണ്ട് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷ്ബോൺ ടൈപ്പ് അല്ലെങ്കിൽ പാരലൽ ലിങ്ക് ടൈപ്പ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് പോപ്പുലർ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റമാണ്, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റമാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിഷ്ബോണുകൾ 2 ഉണ്ടായിരിക്കും. ഒരു അപ്പർ വിഷ്ബോണും അതുപോലെ തന്നെ ഒരു ലോവർ വിഷ്ബോണും ഉണ്ടായിരിക്കും. ഈ അപ്പർ വിഷ്ബോൺ എന്ന് പറയുന്നത് അത് ലെങ്ത്ത് കുറവായിരിക്കും, ലോവർ വിഷ്ബോൺ എന്ന് പറയുന്നത് ലെങ്ത്ത് കൂടുതലായിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ടൊരു ഷോക്ക് അബ്സോർബർ അസംബ്ലി വരുന്നുണ്ട്. ആ ഷോക്ക് അബ്സോർബർ അസംബ്ലി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ക്രോസ് ഷാഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ ലോവർ വിഷ്ബോണിൻ്റെ ഇടയിലായിട്ടാണ് ആ ഒരു ഷോക്ക് അബ്സോർബർ വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ലോവർ വിഷ്ബോണിന് ഇത്ര വലിപ്പം കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ വീൽ ട്രാക്ക് കോൺസ്റ്റൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പർ വിഷ്ബോണിന് വലിപ്പം കുറച്ചിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ പോയിൻറ്റ്സുകളൊക്കെ നോക്കാം. വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷൻ വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അപ്പർ ആൻഡ് ലോവർ വിഷ്ബോൺ ആം പിവറ്റഡ് ടു ദ ഫ്രെയിം മെമ്പർ, അല്ലേ. അപ്പറും ലോവർ വിഷ്ബോൺ ആമുണ്ട്, അത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഫ്രെയിം മെമ്പറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദ വിഷ്ബോൺ ആം ആൾസോ റെഫേർഡ് ടു എ ആം. വിഷ്ബോൺ ആമിന് നമ്മൾ എന്ത് പറയും, എ ആം എന്ന് പറയും. നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, എ ഷേപ്പിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ വിഷ്ബോൺ ആം എന്ന് പറയുന്നത് ചിക്കൻ വിഷ്ബോൺ പോലെയാണ് വരിക, ഒരു ചിക്കൻ വിഷ്ബോൺ പോലെ ഷേപ്പിലാണ് വരിക. അതുപോലെ തന്നെ വി ഷേപ്പിലാണെന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, എ എന്ന് പറയാം, ചിക്കൻ വിഷ്ബോൺ ഷേപ്പിലാണെന്ന് പറയാം, അതുപോലെ തന്നെ വി ഷേപ്പിലാണ് എന്നും പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു വിഷ്ബോണിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്താണ്, ദ വിഷ്ബോൺ പൊസിഷൻ ദ വീൽസ്, ട്രാൻസ്മിറ്റ് ദ വെഹിക്കിൾ ലോഡ് ടു ദ സ്പ്രിങ്സ് ആൻഡ് ആൾസോ റെസിസ്റ്റ് ദ ആക്സിലറേഷൻ, ബ്രേക്കിംഗ് ആൻഡ് കോർണറിംഗ് ഫോഴ്സസ്. എന്തൊക്കെയാണ് വിഷ്ബോൺ ചെയ്യുന്നത്, വീലുകളെ പൊസിഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ദ വെഹിക്കിൾ ലോഡ് ടു ദ സ്പ്രിങ്സ് ആൻഡ് റെസിസ്റ്റ് ദ ആക്സിലറേഷൻ ആൻഡ് ബ്രേക്കിംഗ് ആൻഡ് കോർണറിംഗ് ഫോഴ്സസ്. ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്, ആ വിഷ്ബോൺ ചെയ്യുന്നുണ്ട്. ദ അപ്പർ ആം ഷോർട്ടർ ഇൻ ലെങ്ത് ദാൻ ദ ലോവർ ആം. അപ്പർ ആം എന്താണ്, ലോവർ ആമിനേക്കാൾ ഷോർട്ടറാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ദീസ് ഹെൽപ്പ് ടു കീപ്പ് ദ വീൽ ട്രാക്ക് കോൺസ്റ്റൻറ്റ്.
അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീൽ ട്രാക്ക് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ സ്ക്രബ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ടയർ വിയർ നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. ഇത്രയും ഉപകാരങ്ങൾ നിലവിൽ ഈ ഒരു എന്തുകൊണ്ടുണ്ട്, ഈ ഒരു വിഷ് ബോൺ കൊണ്ട്, അല്ലെങ്കിൽ വിഷ് ബോണിൻ്റെ അപ്പർ പോർഷൻ എന്ന് പറയുന്നത് ലെങ്ത്ത് കുറച്ചുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് എന്താണ്, അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്, നമ്മളുടെ മാക് പേഴ്സൺ സ്ട്രട്ട് ടൈപ്പാണ്. അപ്പോൾ മാക് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ്, അയാളുടെ പേര് തന്നെയാണ് അയാളുണ്ടാക്കിയ ആ ഒരു സിസ്റ്റത്തിന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മാക് പേഴ്സൺ സ്ട്രട്ട് ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റമാണ്. ലോവർ വിഷ് ബോൺ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സ്ട്രട്ട് കണ്ടെയ്നിങ് ഷോക്ക് അബ്സോർബറും ഇതിൻ്റെ മേലെ ഈ ഒരു സ്റ്റിയറിംഗ് നക്കിളിന് മുകളിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അൺസ്പ്രങ് വെയിറ്റ്. അപ്പോൾ എന്താണ് ഈ അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു വാഹനം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെന്തുണ്ട്, സ്പ്രിങ് വെയിറ്റ് ഉണ്ട്, അൺസ്പ്രിങ് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ലീ സ്പ്രിങ്ങിന് അല്ലെങ്കിൽ സസ്പെൻഷൻ സ്പ്രിങ്ങും അടക്കം സ്പ്രിങ്ങിൻ്റെ താഴേക്ക് വരുന്ന വെയിറ്റിന് നമ്മൾ അൺസ്പ്രിങ് വെയിറ്റ് എന്നും, സസ്പെൻഷൻ സ്പ്രിങ്ങിന് മുകളിലുള്ള വെയിറ്റ് നമ്മൾ സ്പ്രിങ് വെയിറ്റ് എന്നും പറയും. അപ്പോൾ അൺസ്പ്രിങ് വെയിറ്റ് എപ്പോഴും മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ഉപകാരം എന്താണ്, നല്ല റൈഡിങ് കംഫേർട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പോയിന്റുകൾ മനസ്സിലാക്കേണ്ടത്? ഓൺലി ലോവർ വിഷ് ബോൺസ് ആർ യൂസ്ഡ്. ലോവർ വിഷ് ബോൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എ സ്ട്രട്ട് കണ്ടെയ്നിങ് ഷോക്ക് അബ്സോർബർ ആൻഡ് ദ സ്പ്രിംഗ് ക്യാരീസ് ആൾസോ ദ സ്റ്റെപ്പ് ആക്സിൽ ഓൺ വിച്ച് ദ വീൽ ഈസ് മൗണ്ടഡ്. അല്ലേ, ഒരു സ്ട്രട്ട് കണ്ടെയ്നിങ് ഷോക്ക് അബ്സോർബർ ഉണ്ട്. അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വീലിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ബോഡി മെമ്പറിലേക്ക് ആ ഒരു കണക്ഷൻ പോയിട്ടുള്ളത്. അപ്പോൾ ചേസിൻ്റെയും ആക്സിലിൻ്റെ ഇടയിലായിട്ട് വരുന്നത് എന്താണ്, ഒരു സ്ട്രട്ട് കണ്ടെയ്നിങ് ഷോക്ക് അബ്സോർബറാണ്. കീപ്പിംഗ് ദ അൺസ്പ്രിംഗ് വെയിറ്റ് ലോവർ, അതുവഴി നമുക്ക് നല്ല റൈഡിങ് കംഫർട്ട് ഉണ്ടാക്കാൻ പറ്റും. ക്യാമ്പർ ഡസ് നോട്ട് ചേഞ്ച്. ക്യാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീലിനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വീലിൻ്റെ സെൻറ്റർ ലൈനും അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ക്യാമ്പർ എന്ന് പറയുക. ഈ ക്യാമ്പർ ആംഗിൾ എന്ന് പറയുന്നത് 2 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ക്യാമ്പർ ആംഗിൾ എന്ത് ചെയ്യുന്നില്ല, ക്യാമ്പർ ഡസ് നോട്ട് ചേഞ്ച് വെൻ ദ വെഹിക്കിൾ ഈസ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. വെഹിക്കിൾ മുകളിലേക്കും താഴേക്കും നീങ്ങുമ്പോൾ ക്യാമ്പർ ആംഗിൾ ഇവിടെ വലിയ രീതിയിലൊന്നും മാറ്റങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ ഗീവ്സ് ദ മാക്സിമം റൂം സ്പേസ് ഫോർ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ്. വളരെ നല്ലൊരു പോയിൻ്റാണ് അല്ലേ. ഇവിടെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിന് എന്താണ്, കൂടുതൽ സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, കോമൺലി യൂസ്ഡ് ഓൺ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർസ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർസിലാണ് ഇത് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത പോയിൻ്റ് എന്താണ്, അടുത്തത് നമ്മൾ പറയുന്നത് വെർട്ടിക്കൽ ഗൈഡ് ടൈപ്പാണ്. അപ്പോൾ വെർട്ടിക്കൽ ഗൈഡ് ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം വെർട്ടിക്കലായി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ വെർട്ടിക്കൽ ഗൈഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ക്രോസ് മെമ്പറിന് മുകളിൽ നേരെ കിങ് പിന്നിൻ്റെ ആ ഒരു പോർഷൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ കിങ് പിന്നിൻ്റെ പോർഷന് മുകളിൽ തന്നെയാണ് എന്ത് വരുന്നിരിക്കുന്നത്, സ്ലൈഡിങ് നക്കിൾ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നക്കിൾ സ്ലൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്റ്റിയറിംഗ് നക്കിൾ അവിടെ സ്ലൈഡ് ചെയ്യാൻ തക്കവണ്ണം അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സിസ്റ്റം ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നൊന്നുമില്ല. ദ കിങ് പിൻ ഈസ് അറ്റാച്ച്ഡ് ഡയറക്ട്ലി ടു ദ ക്രോസ് മെമ്പർ ഓഫ് ദ ഫ്രെയിം. അല്ലേ, കിങ് പിൻ എന്താ, ക്രോസ് മെമ്പറിന് മുകളിൽ നേരിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നക്കിൾ ക്യാൻ സ്ലൈഡ് അപ്പ് ആൻഡ് ഡൗൺ. സ്റ്റിയറിംഗ് നക്കിളിന് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലേക്കും താഴേക്കും നീങ്ങാൻ സാധിക്കും. കറസ്പോണ്ടിങ് ടു ദ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഓഫ് ദ വീല്. കാരണം ഇവിടെയാണ് വീല് കണക്ട് ചെയ്യുക. അപ്പോൾ വീലിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ സ്റ്റിയറിംഗ് നക്കിളിനും അപ്പ് ആൻഡ് ഡൗണും മൂവ് ചെയ്യാൻ സാധിക്കും. ദസ് കംപ്രസിങ് ആൻഡ് ഇലോങ്ങേറ്റിംഗ് ദ സ്പ്രിങ്. അപ്പോൾ അത് ഇവിടുത്തെ സ്പ്രിങ് എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും, അതുപോലെ തന്നെ ഇലോങ്ങേറ്റ് ചെയ്യും. ദ വീൽ ട്രാക്ക്, വീൽ ബേസ് ആൻഡ് വീൽ ആറ്റിറ്റ്യൂഡ് റിമെയിൻസ് ചേഞ്ച്. അപ്പോൾ വീൽ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്രണ്ടിലെ വീലുകൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വീൽ ട്രാക്ക് എന്ന് പറയുക. അതുപോലെ തന്നെ ഫ്രണ്ടിലെയും റിയറിലെയും വീലുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വീൽ ബേസ് എന്ന് പറയുക. ഇത് രണ്ടും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ മാറുന്നില്ല. അതുപോലെ തന്നെ വീലിൻ്റെ ആറ്റിറ്റ്യൂഡും ഇവിടെ ചേഞ്ച് ആവുന്നില്ല. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ്, ഡിക്രീസ്ഡ് സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും സ്റ്റെബിലിറ്റി ഇതിന് വളരെ മോശമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അടുത്തതാണ് നമ്മളുടെ എന്താണ്, ട്രെയിലിംഗ് ലിങ്ക് സസ്പെൻഷൻ സിസ്റ്റം. അപ്പോൾ ട്രെയിലിംഗ് ലിങ്ക് സസ്പെൻഷൻ സിസ്റ്റം ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നില്ല. ഇവിടെ എന്താണ്, ഈ ഹൊറിസോണ്ടൽ കോയിൽ സ്പ്രിങ്ങിന് ഉള്ളിലായിട്ട് ഒരു കോയിൽ സ്പ്രിങ് ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കോയിൽ സ്പ്രിങ് ഈ മൾട്ടി പ്ലേറ്റ് ഷോക്ക് അബ്സോർബറിലേക്ക് ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. ഇവിടുന്ന് ഒരു ട്രെയിലിംഗ് ലിങ്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് കിങ് പിന്നും ഇവിടെ സ്റ്റെപ്പ് ബാക്സിലും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അപ്പോൾ വീലിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഫ്രെയിമിലേക്ക് എത്താതിരിക്കുന്നത് എങ്ങനെയാണ്, ഇവിടെയുള്ള ഈ കോയിൽ സ്പ്രിങ് ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ അബ്സോർബ് ചെയ്യുന്നത്. കോയിൽ സ്പ്രിങ്ങുകൾ മാത്രമല്ല നമ്മൾ അവിടെ യൂസ് ചെയ്യാറുള്ളത്, ചില സമയത്ത് അവിടെ ടോർഷൻ ബാറുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന കോയിൽ സ്പ്രിങ് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇമാജിൻ ചെയ്യുക അവിടെ ഒരു കോയിൽ സ്പ്രിങ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്ന പോയിൻ്റുകൾ, എ കോയിൽ സ്പ്രിങ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ട്രെയിലിംഗ് ലിങ്ക്.
ട്രെയിലിംഗ് ലിങ്കിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോയിൽ സ്പ്രിങ്. എവിടെയാണ് ട്രെയിലിംഗ് ലിങ്ക് എന്ന് പറയുന്ന ഭാഗം വരുന്നത്? ട്രെയിലിംഗ് ലിങ്ക് പറയുന്നത് ഈ ഭാഗത്തേക്ക് എന്ത് വരുന്നുണ്ട്, ഒരു കോയിൽ സ്പ്രിങ് എന്ന് പറയുന്ന ഭാഗം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ഇറ്റ് ഈസ് ആൾസോ അറ്റാച്ച്ഡ് ടു ദ ഷാഫ്റ്റ് ക്യാരിയിങ് ദ വീൽ ഹബ്ബ്. അതെന്ത് ചെയ്തിട്ടുണ്ട്, വീൽ ഹബ്ബിലേക്കും ആ ഒരു കണക്ഷൻ നിലവിൽ പോകുന്നുണ്ട്. വെൻ ദ വീൽ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ഇറ്റ് വൈൻഡ്സ് ആൻഡ് അൺവൈൻഡ് ദ കോയിൽ സ്പ്രിങ്. ഈ വീൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ കോയിൽ സ്പ്രിങ് എന്ത് ചെയ്യും, വൈൻഡ് ചെയ്യും, അൺവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സംടൈംസ് ഇൻ പ്ലേസ് ഓഫ് കോയിൽ സ്പ്രിങ് ടോർഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ടോർഷൻ ബാർ ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ടോർഷൻ ബാർ. അതുപോലെ തന്നെ ഡസ് നോട്ട് മെയിൻറ്റെയിൻ ദ ക്യാമ്പർ ആൻഡ് വീൽ ട്രാക്ക് കോൺസ്റ്റൻറ്റ്. ഇതെന്ത് ചെയ്യുന്നില്ല, ക്യാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ആംഗിൾ, അതുപോലെ തന്നെ വീൽ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ വീലുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനാണ് വീൽ ട്രാക്ക് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താവുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇതിൽ രണ്ടിലും എന്തുണ്ടായിരിക്കും, മാറ്റങ്ങൾ നിലവിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വെരി ലിമിറ്റഡ് യൂസ് ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. ഇത് ആക്ച്വൽ പ്രാക്ടീസിൽ വളരെ കുറഞ്ഞ യൂസാണ്. ഇപ്പോൾ നിലവിൽ നോക്കി കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നതില്ല. അതുപോലെ തന്നെ ഇറ്റ് ടേക്സ് അപ്പ് എ ലോട്ട് ഓഫ് സ്പേസ്. ഇത് ഒരുപാട് സ്ഥലം എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? അടുത്ത ടൈപ്പ് സ്വിങ്ങിങ് ഹാഫ് ആക്സിൽ ടൈപ്പാണ്. അപ്പോൾ സ്വിങ്ങിങ് ഹാഫ് ആക്സിലും നിലവിൽ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. സ്വിങ്ങിങ് ഹാഫ് ആക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വീൽസ് എന്ന് പറയുന്നത് ഹാഫ് ഷാഫ്റ്റിലേക്ക് റിജിഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി കാണാൻ പറ്റും, ഹാഫ് ഷാഫ്റ്റിലേക്ക് റിജിഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എന്ത് വരുന്നുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മളുടെ ഒരു ഷോക്ക് അബ്സോർബർ വരുന്നുണ്ട്. ഈ ഹാഫ് ഷാഫ്റ്റുകളുടെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് ചേസിൻ്റെ ക്രോസ് മെമ്പറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഓഫ് ദ വീൽ കോസസ് ക്യാമ്പർ ആംഗിൾ വാരി. ഇവിടെ വീലുകൾ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ ക്യാമ്പർ ആംഗിൾ വലിയ രീതിയിൽ എന്ത് ചെയ്യും, ചേഞ്ചസ് സംഭവിക്കും. അത് മാത്രമല്ല ഡ്യൂറിങ് കോർണർ ഇൻ ദ കാർ ഈസ് ലിഫ്റ്റഡ്. ഇത് നമ്മളൊരു വളവ് തിരിക്കുന്ന സമയത്ത് കാറിൻ്റെ വീൽ എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്യപ്പെടും. ആ ലിഫ്റ്റ് ചെയ്യുന്ന പ്രക്രിയനെ നമ്മൾ പറയുന്ന പേരാണ് ജാക്കിംഗ് എഫക്റ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ജാക്കിംഗ് എഫക്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ അത് എന്തിന് കാരണമാവും, ഈ ഔട്ടർ സൈഡിലുള്ള വീലിന് പോസിറ്റീവ് ക്യാമ്പർ വളരെയധികം കൂടുന്നതിന് കാരണമാവും. അപ്പോൾ പോസിറ്റീവ് ക്യാമ്പർ നെഗറ്റീവ് ക്യാമ്പർ നമുക്ക് അറിയാലോ. ഇതിപ്പോൾ ഔട്ടറിലേക്കാണ് ഈ വീലിനെ ടിൽറ്റിംഗ് എന്നുണ്ടെങ്കിൽ, വെർട്ടിക്കൽ ലൈനിൽ നിന്നും ഔട്ടറിലേക്കാണ് വീലിന് ടിൽറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ക്യാമ്പർ എന്നും, വെർട്ടിക്കൽ ലൈനിൽ നിന്നും ഇൻവേർഡായിട്ടാണ് അതിന് ടിൽറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ക്യാമ്പർ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ക്യാമ്പർ കൂടിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റോഡുമായിട്ടുള്ള കോൺടാക്റ്റ്, ആ ട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ സഡനായിട്ട് ഇല്ലാതെയാവും. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺ ഫ്യൂ കാർസ് യൂഷ്വലി ഓൺ ദ റിയർ റാദർ ദാൻ ദ ഫ്രണ്ട്. അപ്പോൾ റിയറിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു, പക്ഷേ റിയറിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ടൈപ്പ്, ഈ 5 ടൈപ്പാണ് ഫ്രണ്ട് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. സ്റ്റിയറിംഗ് സിസ്റ്റം നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ദ സ്റ്റിയറിംഗ് സിസ്റ്റം അലോങ് വിത്ത് ദ സസ്പെൻഷൻ സിസ്റ്റം അലോ ദ ഡ്രൈവർ ടു സേഫ്ലി ആൻഡ് ഈസിലി കൺട്രോൾ ദ വെഹിക്കിൾസ് ഡയറക്ഷൻ വൈൽ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ സേഫ്ലി ആയിട്ടും അതുപോലെ തന്നെ ഈസിലി ആയിട്ടും വാഹനത്തിൻ്റെ ഡയറക്ഷൻ മാറ്റുക എന്നുള്ള ഒരു കാര്യം ഡ്രൈവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു മെക്കാനിസമാണ് യഥാർത്ഥത്തിൽ സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോട്ടറി മോഷൻ ഓഫ് ദ സ്റ്റിയറിംഗ് വീൽ കൺവേർട്ടഡ് ഇൻ ടു ആംഗുലാർ മോഷൻ ഓഫ് ദ ഫ്രണ്ട് വീൽ ടു നെഗോഷിയേറ്റ്. നമ്മൾ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ചിട്ട് വട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ വീലുകൾക്ക് ഉണ്ടാകുന്ന ആംഗുലാർ മോഷൻ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലെ പല ലിങ്കേജുകൾ വഴിയാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ ആ ഒരു ടേൺ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് അതർ ഫങ്ഷൻസ് ആണ്. സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് വേറെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ടു ടേൺ ദ വെഹിക്കിൾ വെനെവർ റിക്വയർഡ്. ആവശ്യമായ സമയങ്ങളിൽ വെഹിക്കിൾ നമുക്ക് ടേൺ ചെയ്യാൻ സാധിക്കുക. ടു പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ടു ദ വെഹിക്കിൾ ഓൺ റോഡിൽ വെഹിക്കിളിന് ആവശ്യമായ സ്റ്റെബിലിറ്റി നൽകുക. പ്രൊവൈഡ് ട്രൂ റോളിംഗ് മോഷൻ ഓൺ ദ വീൽസ് അറ്റ് ഓൾ ടൈം. എല്ലാ സമയത്തും വീൽസിന് ട്രൂ റോളിംഗ് മോഷൻ നൽകുക. ടു പ്രൊവൈഡ് സെൽഫ് സെൻറ്ററിങ് ആക്ഷൻ ആഫ്റ്റർ നെഗോഷിയേറ്റിംഗ് ടേൺ. ഒരു ടേൺ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് ആ സെൽഫ് സെൻറ്ററിങ് അവസ്ഥയിലേക്ക് തന്നെ വരുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കാം. ടു മിനിമൈസ് ടയർ വിയർ കുറയ്ക്കുന്നതിന് സഹായിക്കുക.
ടു മൾട്ടിപ്ലൈ ദ ഡ്രൈവേഴ്സ് എഫേർട്ട്. ഡ്രൈവർ വളരെ കുറഞ്ഞ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് വെഹിക്കിളിനെ ഈസി ആയിട്ട് ടേൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ടു പ്രൊവൈഡ് റോഡ് ഷോക്സ് റീച്ചിങ് ദ ടു പ്രിവെൻറ്റ് റോഡ് ഷോക്ക് റീച്ചിങ് ദ ഡ്രൈവർ. റോഡ് ഷോക്സ് യാതൊരു കാരണവശാലും സ്റ്റിയറിംഗ് വീലുകളിലേക്ക് എത്താൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അത് വരാതെ സൂക്ഷിക്കുക, അത് വരാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യുക. അടുത്തത് സ്റ്റിയറിംഗ് ലിങ്കേജ് ഫോർ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം. ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിൽ സ്റ്റിയറിംഗ് ലിങ്കേജ് ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, സ്റ്റിയറിംഗ് വീല് കാണാം, സ്റ്റിയറിംഗ് കോളം കാണാം, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് കാണാം, ക്രോസ് ഷാഫ്റ്റും ഡ്രോപ്പ് ആമും കാണാം. അതുപോലെ തന്നെ റിലേ റോഡ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഈ റിലേ റോഡ് വഴിയാണ് നമ്മൾ ടൈ റോഡിലേക്കും ടൈ റോഡ് ആമിലേക്കുള്ള കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ടൈ റോഡും ടൈ റോഡ് ആമുമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വീലിനെ ടിൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമായ മൂവ്മെൻറ്റ്സ് ബാക്കി ഭാഗങ്ങൾ വഴി വരുന്നുണ്ട്. ഇപ്പോൾ ക്രോസ് ഷാഫ്റ്റിന് അല്ലെങ്കിൽ ക്രോസ് ഷാഫ്റ്റിനല്ല, ഡ്രോപ്പ് ആമിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പിറ്റ്മാൻ ആം എന്ന് പറയുന്നത്. പിറ്റ്മാൻ ആം എന്നൂടെ പറയാറുണ്ട്. പിറ്റ്മാൻ ആം, പിറ്റ്മാൻ ഡ്രോപ്പ് ആമിന്. ഓക്കെ, ഇവിടെ പോയിൻറ്റ്സുകളൊന്ന് നോട്ട് ചെയ്യുക. ദ ടു സ്റ്റെപ്പ് ബാക്സിൽ ക്യാൻ up or down independent of each other, due to which distance between ball joints end of the two track and arm is continuously varying. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം, ഈ ഒരു ഐഡലർ ആം എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് ചേസിസിലേക്കാണ്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആ ഒരു ആക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു ഐഡലർ ആമിൽ വരുന്ന ക്രോസ് ഡ്രോപ്പ് ആം എന്ന് പറയുന്നത് അതിനനുസരിച്ച് നീങ്ങി കൊടുക്കും. അങ്ങനെ വീല് ടിൽറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് ഗിയർ ബോക്സുകൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തതാണ് വോമാൻ സെക്ടർ, അടുത്ത വോമാൻ വീല്, വോമാൻ നെറ്റ്, വോമാൻ റോളർ, വോമാൻ റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ്, റാക്ക് ആൻഡ് പിനിയൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സും അതുപോലെ തന്നെ റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. അപ്പോൾ അത് ശരിക്കും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനകത്തൊരു റാക്കും ഒരു പിനിയനും ഉണ്ടായിരിക്കും. അത് മെഷഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ആ പിനിയൻ നമ്മൾ സ്റ്റിയറിംഗ് വീലുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിനിയൻ തിരിയുന്നതിനനുസരിച്ച് റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടൈ റോഡുകൾ മൂവ് ചെയ്ത് ടൈ റോഡ് ആമുകൾ മൂവ് ചെയ്ത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നക്കിളിനെ ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോയിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്, ഇതിൻ്റെ ഒരു ആക്ഷൻ സംഭവിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് പോയിൻറ്റ്സുകൾ പറഞ്ഞിട്ടുള്ളത്. ദ സ്റ്റിയറിംഗ് ഗിയർ ഈസ് യൂസ്ഡ് ഓൺ ലൈറ്റ് വെഹിക്കിൾസ് ലൈക്ക് കാറ്, പവർ സ്റ്റിയറിംഗിൽ നമുക്ക് ഈ സിസ്റ്റം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലൈറ്റ് കാറുകളിലൊക്കെയാണ്, ലൈറ്റ് വെഹിക്കിൾസിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻ ദിസ് ടൈപ്പ് റാക്ക് ഈസ് ഐദർ കണക്റ്റഡ് ഓർ മെയ്ഡ് പാർട്ട് ഓഫ് എ ഡിവൈഡഡ് ട്രാക്ക് റോഡ്. ഒരു ട്രാക്ക് റോഡിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റാക്ക് പോർഷൻ എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത്. ദ പിനിയൻ ഈസ് അറ്റാച്ച്ഡ് ടു ഒരു സ്റ്റിയറിംഗ് കോളം. പിനിയൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് കോളവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിനിയൻ ആൾവേസ് റിമെയിൻസ് ഇൻ മെഷ് വിത്ത് ദ റാക്ക്. പിനിയൻ എന്താണ്, റാക്കുമായിട്ട് ഓൾവേസ് മെഷ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് സിസ്റ്റവും സസ്പെൻഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോർഷൻസൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ കൂടുതൽ നീട്ടി വലിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലൊരു ഒരു ബോർ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. ഈ സ്റ്റിയറിംഗ് സിസ്റ്റവും സസ്പെൻഷൻ സിസ്റ്റവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, ആൻസർ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു 4ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒത്തുചേരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.